ഡയാലിസിസ് രോഗികൾക്ക് കൈത്താങ്ങായി ഹസ്തം പ്രതിമാസ ധനസഹായ പദ്ധതിക്ക് തുടക്കമായി ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വാഴത്തോപ്പ് ഡിവിഷൻ മെമ്പർ ബിജു നിലയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഡയാലിസിസ് രോഗികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുന്ന ഹസ്തം പദ്ധതിക്കാണ് തുടക്കമായത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വാഴത്തോപ്പ് ഡിവിഷൻ അംഗം ബിജു നിലയുടെ നേതൃത്വത്തിൽ സന്മനസ്സുള്ളവരുടെ കൂട്ടായ്മ ഉണ്ടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. തന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധാപൂർവം കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്ത ഒരു വിജയിച്ച ജനപ്രതിനിധിയായി പ്രിയങ്കരനായ ശ്രീ ബിജു നില മാറിയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ശ്രമിച്ചത്. ആ തരത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തായ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു. യഥാർത്ഥ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ആദ്യഘട്ട ധനസഹായം രോഗികൾക്ക് വിതരണം ചെയ്താണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഒരു ഡയാലിസിസ് രോഗിയുടെ വീട്ടിലെത്തി കുടുംബം നേരിടുന്ന പ്രയാസങ്ങൾ നേരിൽ കണ്ടപ്പോഴാണ് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകുവാൻ താൻ തീരുമാനിച്ചത് എന്ന് ബിജു നിള പറഞ്ഞു. മനസ്സിലുള്ള ആളുകളുടെ സഹായത്തോടെ വളരെ കൃത്യമായിട്ടും എല്ലാ മാസവും അവർക്ക് അവരുടെ കൈകളിലോട്ട് പണം എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നിലവിൽ വാഴത്തോപ്പ് ഡിവിഷനിലെ 12ഓളം ഡയാലിസിസ് രോഗികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ മറ്റ് ഡിവിഷനുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുവാൻ അതാത് ജനപ്രതിനിധികൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ടോ എന്നും സംഘാടകർ പറയുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഇത്തരമൊരു പദ്ധതി നേരിട്ട് നടപ്പാക്കുന്നതിന് ഓഡിറ്റ് സംബന്ധമായ തടസ്സങ്ങൾ ഉള്ളതിനാലാണ് ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള മാതൃകാപരമായ ഈ സംരംഭം രൂപീകരിച്ചത് എന്ന് അധ്യക്ഷത വഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നിയും പറഞ്ഞു. വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ പദ്ധതി വിശദീകരിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.